Hi dears, it's me Amaluz. Welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോളിമർ ക്ലേ വെച്ചിട്ടുള്ള രണ്ട് ഇയറിങ്സ് ആണ് കേട്ടോ. ഒരു ഹാങ്ങിങ് ഇയറിങ്സും പിന്നെ ഒരു സ്റ്റഡ് ഇയറിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ ഒരേപോലെയാണ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കളറിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളറും പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പിങ്ക് കളറാണ് എടുക്കുന്നത്. സാധാരണ ക്ലേ കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ഇതും ചെയ്യണത്. പിന്നെ എടുത്തേക്കുന്ന ക്ലേ പോളിമർ ക്ലേ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കളറിൽ കിട്ടൂല, പ്രത്യേകിച്ച് കളർ ചെയ്യേണ്ടല്ലോ എന്ന് കരുതി ഞാനത് എടുത്തതേ ഉള്ളൂ. നമുക്ക് സാധാരണ ക്ലേ കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഇത് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പൗഡറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കയ്യിലൊന്നും അങ്ങനെ സ്റ്റിക്ക് ആവത്തില്ല. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടിൽ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പെറ്റൽസ് ഇതുപോലെ ആദ്യത്തെ ഒരു പെറ്റൽ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് എല്ലാ പെറ്റൽസും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഒരു റോസ് ഫ്ലവർ വരുന്ന പോലെയാണ് ചെയ്യണത് കേട്ടോ. ഒരെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ കളർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെമ്മ് വരുന്ന പോലെ ആ ഫ്ലവറിനോട് ചേർന്ന് ആ തണ്ട് പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നൈസായിട്ട് കുറച്ച് പീസ് എടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം അതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. ലീഫ് കുറച്ച് ലെങ്തി ആയിട്ട് എടുക്കുക കേട്ടോ. ലീഫും നമ്മൾ ഈ പച്ച കളറ് ക്ലേ കൊണ്ട് തന്നെ ലീഫും ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടെണ്ണം വീതം ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അതുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലേ ആകുമ്പോൾ പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അല്ലാതെ തന്നെ ഒട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഫ്ലവേഴ്സിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഈ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഹാങ്ങിങ് കമ്മലായിട്ട് ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ ഒരു നമ്മുടെ കമ്മലിൻ്റെ കമ്പി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ താഴ്ത്തി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കോർത്തിടുന്ന അതിൽ ഒരു വട്ടത്തിലുള്ള ഒരു റിങ് എടുത്തിട്ട് അതിലേക്ക് കോർത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റഡായിട്ടുള്ള ഇയറിങ്സ് ആണ്. അത് ഇതേപോലെ സെയിം ആണ് ചെയ്യണത്. സെയിം ഇതേപോലെ പരത്തിയെടുക്കുക, നമ്മൾ റൗണ്ട് ആക്കി എടുക്കുക, അതിന് ശേഷം അതെല്ലാം ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ റോസ് ഫ്ലവർ ആക്കി എടുക്കണം. അപ്പം നമ്മൾ മുൻപേ ചെയ്തപ്പം അതിൻ്റെ ബാക്കിലേക്കുള്ള ഭാഗം കുറച്ച് ഇങ്ങനെ നീട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്ക് അങ്ങനെ വേണ്ട, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം.
ഇതിൻ്റെ നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ, എന്തെങ്കിലും കൊണ്ടൊന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കി ഇങ്ങനെ ആക്കി വെക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റഡ് മോഡൽ കിട്ടും. അപ്പോൾ രണ്ടെണ്ണം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ലീഫ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തത് നീളത്തിലുള്ള ലീഫായിരുന്നു, ഇതിന് നമുക്ക് ചെറിയ ലീഫ് മതി. അതേപോലെ ചെറിയ ലീഫ് നമ്മൾ 3 എണ്ണം വീതം ഓരോന്നിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ചെയ്ത് എല്ലാം കൂടെ ഒട്ടിച്ചെടുക്കാം. ഈ കാണുന്ന പോലെ സെൻട്രലായിട്ട് ഫ്ലവേഴ്സും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റഡ് ഇയറിങ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാഗിലേക്ക് ഇനി നമുക്ക് സ്റ്റഡിന് വേണ്ടിയിട്ടുള്ളതൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് ഇയറിങ്സ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് കളറൊന്നും ചെയ്തെടുക്കേണ്ട, പോളിമർ ക്ലേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.